ഇവളെ പിടിച്ച് അകത്തിടണം, ഇവൾക്കെതിരെ കേസ് കൊടുക്കണം. പിന്നെ ഇവളുടെ വീഡിയോ തന്നെ എല്ലാത്തിന്റെ തെളിവുണ്ട്. ആ ഫസ്റ്റിനകത്ത് കണ്ട ബാഗ് ഉണ്ടല്ലോ പുള്ളിയുടെ ലെഫ്റ്റ് കയ്യിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നീയല്ലേ എന്തിനാ ജീവിച്ചിട്ടുള്ളത്? നിന്റെ പോലത്തെ ഓരോ നാരികളെ കൊണ്ട് പെണ്ണുങ്ങളെ പേരിലേക്ക് തന്നെ കളങ്കായിപ്പോയി. നിനക്കെന്താ, നിനക്ക് കുറച്ച് റീച്ച് കിട്ടി, അവർക്ക് ജീവനും പോയി. ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. നിന്റെ കോപ്പില് വിശദീകരണത്തിന് സത്യം പറഞ്ഞാൽ ഒരാവശ്യമില്ല. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചോറ് കഴിക്കണ മലയാളികൾക്ക് മനസ്സിലാവും. അങ്ങനെ വെറുതെ അവിടെ നിൽക്കുവോ? നീയാണ് ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് അടുത്തോട്ട് ഇങ്ങനെ ചെന്നിരിക്കുന്നത്. നിനക്കിപ്പോ വൈറലാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെ നിനക്ക് ചെയ്യായിരുന്നു. ഒരു ജീവൻ എടുത്തിട്ടല്ല സത്യം പറഞ്ഞ ഇങ്ങനെ ചെയ്യണ്ട. നീ ശരിക്കും നല്ലൊരു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ, നീ അവിടെ വെച്ച് വിഷയമാക്കണമായിരുന്നു. ബസ്സിലെ കണ്ടക്ടറിനോട് അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന പുള്ളിക്കാരനോട് പറയണം, അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം, വീഡിയോ എടുക്ക്, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുക. അല്ലാണ്ട് ഇത് കുത്തിക്കയറ്റി ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയിട്ട് എന്ത് കാണിക്കാന്? ഇൻസ്റ്റാഗ്രാമിന്റെ കോടതിയാണെന്നാണ് നിന്റെ വിചാരം? അതേപോലെ തന്നെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൊ എന്റെ റിയാക്ഷൻ കണ്ടാന്നേ, ചിരിച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെ ഒരച്ചു വെച്ചിട്ടുണ്ടേ, ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ എടുക്കുന്നു. ആ മുട്ടിക്കോ അല്ലെങ്കിൽ അടുത്തോട്ട് വാ 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 എന്ന് പറഞ്ഞ പുള്ളി അടുത്തോട്ട് ഓടിച്ചെല്ലുന്നു ക്യാമറ പിടിച്ചോണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദയവ് ഇത് ആരും റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ നമുക്ക് കോടതിയും അതുപോലെ തന്നെ പോലീസുകാരൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ ഈ വൃത്തികേടും തന്തയില്ലായ്മയൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ പോയപ്പോ ആർക്ക് പോയി? ആ ഒരു ഫാമിലിക്ക് പോയി. എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ഉണ്ടാകണമെന്നൊന്നും ഇല്ലെന്നേ. ചിലവർക്ക് മനസ്സിനൊന്നും താങ്ങാൻ പറ്റത്തില്ല, ചെറിയ സാധനമൊക്കെ മുന്നേ ആത്മഹത്യ ചെയ്യുന്നേ. അതാ പറഞ്ഞ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് 100 വട്ടമെങ്കിലും ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാണ്ട് ഇതേപോലെയൊക്കെ കാണിച്ചു വെച്ചിട്ട് ആ പെണ്ണ് ഓരോന്നൊക്കെ റീച്ചിന് വേണ്ടി കാണിക്കുകയും ചെയ്ത് എന്നിട്ട് പുള്ളിയാണെങ്കിൽ അത് താങ്ങാൻ പറ്റാത്ത ജീവൻ എടുക്കുകയും ചെയ്തു. അതാണ് ആൾക്കാരുടെയൊക്കെ മൈൻഡ് തിരിയുന്ന എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നിമിഷമായിരിക്കും. അതാ പറയുക, എന്ത് ചെയ്താലും സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്യണം. ഈ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തല്ല ഗൈസ്, ഈ പുള്ളിക്കാരനെ കൊന്നാണ് അവള്, അങ്ങനെ വേണം പറയാൻ. സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആമ്പിളാർക്കൊക്കെ ആരുണ്ട് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് വരുത്താൻ തന്നെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു പെണ്ണ് എന്തെങ്കിലും ഒരു വിഷയമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അപ്പൊ ഈ മീഡിയ ആണെങ്കിലും പോലീസുകാരാണെങ്കിലും എല്ലാ ജനങ്ങളാണെങ്കിൽ പോലും ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ അവന്റെ അഡ്രസ്സും അവന്റെ ബാക്ക് ഹിസ്റ്ററി ഫുൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം തപ്പിയെടുത്തേച്ചും അവന്റെ ഫോട്ടോ HD ഇട്ടേച്ചും ആയിരിക്കും ഫുള്ള് റോസ്റ്റ് ചെയ്ത് അവനെ പിച്ച് ചീന്തി വാരുന്നത്. പക്ഷെ ഇവളുടെ ഫോട്ടോ പോലും പല ന്യൂസിലാണെങ്കിലും ഫോട്ടോ പോലും ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ മരിച്ച പുള്ളിയുടെ ഫോട്ടോ ഒക്കെ നല്ല HD 4K 8K വെച്ചിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇവളുടെ ഫോട്ടോ ഒക്കെ ബ്ലർ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഗൈസ്. ഇതൊക്കെ എന്ത്, ഇവർക്കൊക്കെ പേടിയാണ്, എന്താണെന്നൊന്നും അറിയത്തില്ലെന്ന്. ശരിക്കും നമുക്കൊക്കെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വോയിസിനൊക്കെ ചോദിക്കാൻ ആരുണ്ടെന്ന്, ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അയ്യോ പാവം, റീച്ചിന് വേണ്ടിയിട്ടല്ല പോലും. എന്റെ വായി നല്ല പുളിച്ച തെറിയാണ് വരുന്നത് സത്യം പറഞ്ഞ. പക്ഷെ തെറി വിളിക്കാൻ പറ്റത്തില്ല, അതും വിഷയാവും ഇവിടെ. അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത് ഗൈസ്. ഇവള് പ്യൂർലി റീച്ചിന് വേണ്ടിയിട്ടാണ് കാണിച്ചു വെച്ചിരിക്കണം. വായെടുത്ത കള്ളമല്ലാണ്ട് പറയത്തില്ല. ഇവള് ഇതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവളൊരു അറിയാത്ത പോലീസ് സ്റ്റേഷനിൽ, വടകര പോലീസ് സ്റ്റേഷനിൽ ചെന്നിച്ച് ഇൻഫോം ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പോലീസുകാർ ഇങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ ഇറങ്ങിയതിനു ശേഷം വടകര പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പരിചയമുള്ള പോലീസല്ലോ അവരെ വിളിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. യുവതിയുടെ ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും അങ്ങനെ ഒരു പരാതി സ്റ്റേഷനിൽ വന്നിട്ടില്ലെന്നും വടകര ഇൻസ്പെക്ടർ അറിയിച്ചു. പിന്നെ ഇവളുടെ വീഡിയോ തന്നെ എല്ലാത്തിന്റെ തെളിവുണ്ട് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് അറിയത്തില്ല, അന്നേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചു തരാം ഗൈസ്. ഇവളുടെ ആദ്യത്തെ വീഡിയോയില് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇവളുടെ റൈറ്റ് സൈഡിൽ നിൽക്കുവാണ്, പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുവാണ്, ദൂരത്ത് നിൽക്കുവാണ് കേട്ടോ, അത്യാവശ്യം ദൂരത്ത് തന്നെ നിൽക്കുവാണ്. ആട്ട് ഇവള് അങ്ങനെയൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആ പുള്ളിക്കാരന്റെ കയ്യിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ അറിയാം ഒരു ബാഗ് ഉണ്ട്, മനസ്സിലായ? അത് അവളുടെ വീഡിയോ തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു. ഇനി കഴിച്ച് നമ്മൾ രണ്ടാമതുള്ള വീഡിയോ ഉണ്ടല്ലോ, ആ സ്ലോ മോഷൻ ഇവളെ ടച്ച് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇവള് വ്യൂസിന് വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് അവള് നേരെ അങ്ങനെ അങ്ങാണ്ട് ഇറങ്ങാൻ പോവുക. അപ്പൊ അതിന്റെ അങ്ങേറെ അടുത്ത് പോയി ചേച്ചി ഇങ്ങനെ ഒരച്ചൊരച്ച് മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അവള്. ഓക്കെ, എന്നിട്ട് ചിരിച്ചുണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ഫസ്റ്റിനകത്ത് കണ്ട ബാഗ് ഉണ്ടല്ലോ പുള്ളിയുടെ ലെഫ്റ്റ് കയ്യിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, കണ്ട ലെഫ്റ്റ് കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് പുള്ളി 2 കൈ കൊണ്ട് ബാഗ് ഇങ്ങനെ പിടിച്ചിരിക്കുക. 2 കൈ കൊണ്ട് നമ്മൾ ആരാണെങ്കിലും ബാഗ് പിടിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വരത്തുള്ളൂ, മനസ്സിലായ? ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. അങ്ങനെ
അതാണ് പറഞ്ഞത്, പുള്ളിക്കാരൻ അവിടെ മര്യാദക്ക് നോർമലി നിൽക്കുവാണ്. ഇവളാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിച്ച് ഇങ്ങനെ ഉരച്ച് അല്ലെങ്കിൽ മുട്ടി നിന്നയിച്ചും പുള്ളിക്കാരൻ ഏതാണ്ട് വൃത്തിയായിട്ട രീതിയിൽ അല്ലെങ്കിൽ അപമര്യാദയായിട്ടുള്ള രീതിയിൽ പെരുമാറിയെന്ന് പറയണം ഈ പെരുങ്കള്ളി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേസ് ഇവളെ പിടിച്ച് അകത്തിടണം, ഇവൾക്കെതിരെ കേസ് കൊടുക്കണം. ഓൾറെഡി കേസായെന്നാണ് ഞാൻ കേട്ടത്, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇത് സാധാരണ ഒരു ആത്മഹത്യയല്ല കേസ്, ഇത് ശരിക്കൊരു കൊലപാതകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു പെണ്ണിൻ്റെ റീൽസ് കാരണമാണ് ഒരു പുള്ളി ആത്മഹത്യ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും താങ്ങാനുള്ള ഒരു ഇത് കാണണമെന്നൊന്നും ഇല്ലെന്ന്. ഇപ്പം ഇത് കണ്ടിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഈ കഴിഞ്ഞിടക്കും ഒരു പെണ്ണ് ഇതേപോലെ റീച്ചിന് വേണ്ടിയിട്ട് ചെന്നിട്ട് അവളെ എയറിലായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ശരിക്കും റിയാലിറ്റി ഏതാണ് ശരിക്കും ഫേക്ക് ഏതാണെന്ന് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ തന്നെ നമുക്ക് വരും. അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ഇവർക്ക് കൊടുക്കണമെന്ന് പറയത്തുള്ളൂ. നെക്സ്റ്റ് ടൈം റീച്ചിന് വേണ്ടിയിട്ട് ഒരാളും ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യലും. അതിപ്പോൾ നാളെ ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇതേപോലെ സംഭവിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ ഗൈസ് ഉറപ്പായിട്ട് ഇതിനെതിരെ ആക്ഷൻ എടുത്തിരിക്കണം. എനിക്ക് രണ്ട് നല്ല പച്ചത്തെറി വിളിക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഗൈസ്, നമുക്ക് ബോയ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നും ആരും ഇതേപോലെ പ്രതികരിച്ചെന്ന് അല്ലെങ്കിൽ ആരും ഒരു സപ്പോർട്ട് പോലും വരത്തില്ലെന്ന്. നീയല്ലേ എന്തിനാ ജീവിച്ചിട്ടുള്ളത്? പേടിച്ചിട്ട് പബ്ലിക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയ മറ്റവള് കണ്ടോ 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 കണ്ടോ. ഇവളൊക്കെ വേറെ ആളെ ലൈഫിൽ കയറി കളിക്കാൻ മക്കളെ. ഇവൾക്ക് എന്ത് കിട്ടിയെന്നറിയില്ല. ബസ്സിൽ കയറിയപ്പം ആ ടച്ചിങ്സും കാര്യങ്ങളും ആസ്വദിച്ചിട്ട് വീഡിയോ എടുത്തല്ല. നിനക്ക് എന്ത് കിട്ടി? ഒരാളെ ലൈഫ് തകർത്തില്ലേ? അവരെ ഭാര്യ മക്കൾക്ക് പോയി. നീ ആ ബസ്സിൽ തന്നെ റിയാക്ട് ചെയ്യല് വിട്ടിട്ട് നീ ആ വീഡിയോ എടുത്ത് നീ വൈറലാവാൻ നോക്കിയതാ? നിന്റെ പോലത്തെ ഓരോ നാരികളെ കൊണ്ട് പെണ്ണുങ്ങളെ പേരിലേക്ക് തന്നെ കളങ്കായിപ്പോയി. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഈ പേര് വന്നു. ഈ പെണ്ണിനെ കൊണ്ട്, ഇവളെ കൊണ്ട്, ഈ ചെറ്റയെ കൊണ്ട്. ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സ് പറഞ്ഞ് അടിപൊളിയെന്ന്. ഇവർ അടിപൊളിയായിട്ടാണ് റിപ്ലൈ കൊടുത്തത്. അത് തന്നെ നല്ല പച്ചത്തെറിയല്ലേ ഇവക്ക് കൊടുക്കണ്ട. ഇവളൊക്കെ അകത്ത് പോണോ ഉറപ്പായിട്ടും. ഇവളുടെയൊക്കെ ഈ വൈറലാകാനുള്ള ഒരു ത്വര കാരണം ഇനി ശരിക്കും ഒരു പെൺകുട്ടിക്ക് ട്രെയിനിലോ ബസ്സിലോ എവിടെയെങ്കിലും വെച്ചൊരു സെക്ഷൽ അസോൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലെന്നേ. കാരണം ഇതെല്ലാം റീച്ചിനാണ് കളിയാ, ഇതെല്ലാം വ്യൂസിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ അടിച്ചിറക്കുവാണെന്ന് വിചാരിക്കും. കുറച്ചാൾ മുമ്പ് ഒരു പെണ്ണ് റീച്ചിന് വേണ്ടി തുടങ്ങി വെച്ച ട്രെൻഡാണ് കേസ്. ഇപ്പൊ ഒരു മനുഷ്യന്റെ ജീവനാണ് ഇവിടെ പോയിരിക്കുന്നത്. ആ ആത്മഹത്യ ചെയ്ത് പുള്ളിക്കാരന്റെ ആ ഒരു മനസ്സൊന്നും ആലോചിച്ച് ചോദിക്കുന്നത്. പുള്ളിക്ക് വേറൊരു ഓപ്ഷനും കാണാഞ്ചിണ്ടായിരിക്കും ഈ ഒരു ആത്മഹത്യ തന്നെ ചെയ്തത്. അപ്പൊ പുള്ളിക്കാരൻ സഫർ ചെയ്ത ആ ഒരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ട റീച്ചിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരാളുടെ ഫീലിങ്ങിനെ വെച്ച് കളിക്കുമ്പോഴേ വൻ സീനായിട്ട് അത് വെറും തന്തയിലായ്മത്. ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്നേ. റീച്ചാണ് അതൊരു മനുഷ്യന്റെ ഒരു ജീവനാണ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ്. അവരുടെ സ്ഥാനത്ത് നിങ്ങളെ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ലോകം മൊത്തം എന്നെ ഇങ്ങനെ കാണുക, ഞാനൊരു ബാഡ് ആളാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആൾക്കാർ മൊത്തം എന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെയാണ് കണ്ടോണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തു നിന്ന് വരുമ്പോ അങ്ങേറെ മാനസികാവസ്ഥ മനസ്സ് തന്നെ അങ്ങ് ഫുള്ള് തെറ്റും. അത് തന്നെയാണ് പുള്ളിക്ക് സംഭവിച്ചത്. നിനക്കെന്താ, നിനക്ക് കുറച്ച് റീച്ച് കിട്ടി, അവർക്ക് ജീവനും പോയി. ഈ ഫോൺ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണല്ലോ ഇപ്പൊ കുറെ ആൾക്കാരുടെ കോടതിയും കാര്യങ്ങളൊക്കെ. എന്തായാലും വിധി വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ മരിച്ചുപോയി.